കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് IPC അവൻസ് അത് വായിച്ച് ചർച്ചിൽ വന്ന സമയം മുതൽ സഭ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ദൈവവചന ശുശ്രൂഷയിൽ സഭ വളരെ ആകർഷണീയമായ നിലയിൽ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് വചനം പറയുവാൻ തന്നെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പല കാര്യങ്ങൾ സഭയെ പഠിപ്പിച്ചു. അപ്പോൾ തന്നെ അതിലുപരി ചർച്ചിൽ നിന്ന് എനിക്ക് പഠിക്കുവാൻ കഴിഞ്ഞത് ഞാൻ പറയുന്ന വചനങ്ങൾ, ഞാനല്ല, ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നു അത് ഉൾക്കൊള്ളുകയും അതനുസരിച്ച് അവരുടെ ജീവിതത്തിൽ അത് വെളിപ്പെടുത്തുവാൻ, പ്രായോഗികമാക്കുവാൻ സഭയിലുള്ള ദൈവമക്കൾ വളരെ ഉത്സാഹിച്ചു എന്ന് കാണുവാൻ എനിക്കിടയായി. അപ്പോൾ മനസ്സിനൊത്ത ഇടയൻ എന്ന് പറയുന്നത് പോലെ ഇടയനൊത്ത ആടുകൾ എന്ന് പറയുന്നതിൽ വളരെ അഭിമാനമുണ്ട്. നമ്മുടെ പുത്രികാ സംഘടനകൾ എന്ന് പറയുമ്പോൾ വിമൻ ഫെലോഷിപ്പ്, PYPA, സൺഡേ സ്കൂൾ, ഇതെല്ലാം സഭയുടെ ഭാഗം തന്നെയാണ്. സഭയുടെ ഭാവിയാണ് നമ്മുടെ സൺഡേ സ്കൂൾ, അതുപോലെ PYPA എന്ന് പറയും. ഇപ്പോൾ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക, അവരുടെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെല്ലുക. ചിലപ്പോൾ ഏറ്റവും KGയിലെ കുട്ടികളുടെ പോലെ മനസ്സ് പോലെ നമ്മളായിത്തീരണം. അതുപോലെ PYPA അവർ കുറേ കൂടെ യങ്സ്റ്റേഴ്സ്, ജോലിക്കാരാണ്. അപ്പോൾ എല്ലാ തലങ്ങളിലുള്ളതിനേക്കാൾ കുറച്ചുകൂടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ സഭയിലുണ്ട്. അപ്പോൾ അവർക്ക് അതനുസരിച്ചുള്ളൊരു ഗൈഡ് കൊടുക്കുമ്പോൾ അവരതിൽ താല്പര്യരാണ്. അവരുടെ യൂത്ത് പ്രോഗ്രാം, മ്യൂസിക്കൽ പ്രോഗ്രാംസ്, അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ യുവജനങ്ങളുടെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമാണ്. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ യൂത്തിന് തന്നെ മറ്റുള്ളവരെ കൊണ്ടുവരാനുള്ള ഒരു താല്പര്യം കൊടുക്കും. അത് നമ്മളും കൂടെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ സഭയെ മാത്രം എന്നുള്ള രീതിയിൽ പോയാൽ അത് പരാജയപ്പെട്ടു. അതുപോലെ വിമൻ ഫെലോഷിപ്പ്, വിമൻസിന് പ്രാർത്ഥിക്കുവാൻ അവർക്ക് സാധിക്കും. അതുമാത്രമല്ല, ദൈവനെ ഷെയർ ചെയ്യുവാൻ, സംഗീതത്തിനും പ്രബോധിപ്പിക്കുവാനൊക്കെ അവർക്കും ഒരു അവസരം കൊടുത്താൽ അവരും അതിൽ വളർന്നു വരാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് സഭയ്ക്ക് എങ്ങനെ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നു, അതുപോലെ തന്നെ ഈ പുത്രികാ സംഘടനകളായ സൺഡേ സ്കൂൾ, PYPA, വിമൻസ് ഫെലോഷിപ്പ്, ഇതിനെല്ലാം ഒരേ പ്രാധാന്യം തന്നെ ഞാൻ കൊടുത്തു വരികയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇതിലെല്ലാം ഒരുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് സ്തോത്രം. എൻ്റെ വൈഫിൻ്റെ പേര് ബിനു. ഞങ്ങൾക്ക് 10 വർഷത്തിന് ശേഷമാണ് ഒരു മകൻ ദൈവം തന്നത്. എൻ്റെ പേര് ജസ്വിൻ. ഇപ്പോൾ ദൈവനം പഠിക്കുന്നു. ഇവർ രണ്ടുപേരും എന്നോട് കൂടെ ചേർന്ന് ബാല്യപ്രായം മുതലേ കുഞ്ഞാന്നേലും എല്ലാ മീറ്റിങ്ങിന് പോവുകയും വരികയും ഞങ്ങളുടെ കൂടെ സഹകരിക്കുകയും ചെയ്തു. ബിനു എല്ലാ കാര്യങ്ങളിലും മുന്നിലുണ്ട്. എൻ്റെ ഒപ്പം വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഭവന സന്ദർശനായാലും എല്ലാ ശാരീരികമായ പല ക്ഷീണങ്ങളുണ്ടെങ്കിൽ അതൊന്നും ഓർക്കാതെ പോവുകയും വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്താണ് അവർക്ക് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി ചെയ്യുന്നു. ബാഹ്യമായ കാര്യങ്ങളിലൊക്കെ ബിനു ശ്രദ്ധിക്കുന്നതുകൊണ്ട് എനിക്കത് ശുശ്രൂഷയ്ക്ക് ഒരു വലിയ പിൻബലമാണ്. ഓരോരുത്തരെ പോയി കാണാനും അവരുടെ വിവരങ്ങൾ ആരായാനും അതെന്നെ അറിയിക്കുകയും ചെയ്യും. അങ്ങനെ വരുന്നതുകൊണ്ട് ശുശ്രൂഷിക്കാൻ അത് എളുപ്പമാണ്. വളരെ സന്തോഷമുണ്ട് ആ ചോദ്യത്തിന്. ദൈവമക്കൾ ദൈവത്തെ ഭയപ്പെടുന്നവരാകണം. സഭാപ്രസംഗിയിൽ ശലോമോൻ പറയുമ്പോൾ എല്ലാറ്റിൻ്റെ സാരം കേൾക്കുക, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും. നമ്മൾ ഈ കേട്ട വചനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ തന്നെ അനുദിന ജീവിതത്തിൽ യഹോവയെ ഭയപ്പെടുക. എപ്പോഴും നമ്മുടെ മുന്നിൽ ദൈവത്തെ നമ്മൾ കാണണം. ആ രീതിയിൽ പോകുമ്പോൾ നമുക്ക് ഒരു വിജയകരമായ ജീവിതം നയിപ്പാൻ കഴിയാം. രണ്ടാമത്, മറ്റുള്ളവരെ കരുതുവാനും അവരെ തുണയ്ക്കുവാനും നമ്മൾ ഒരുങ്ങണം. ഫിലിപ്പിയ സഭയെക്കുറിച്ച് പൗലോസ് പറയുമ്പോൾ, സാക്ഷാൽ ആയുള്ളവേ നിങ്ങൾ അവർക്ക് തുണ നിൽക്കണം. അപ്പോൾ ഈ സഭയെ സംബന്ധിച്ചത് വളരെ അഭിമാനത്തോടെ പറയാൻ കഴിയും. പ്രത്യേകിച്ച് യൂത്ത്, ഒരു പുതിയൊരാൾ വന്നാൽ അവർ പോയി കോണ്ടാക്ട് ചെയ്യുക, അവർക്കൊരു വിസിറ്റിംഗ് കാർഡ് കൊടുക്കുകയും അവർക്കൊരു ബുക്ക് മാർക്ക് കൊടുക്കുകയും അതിനകത്ത് ചർച്ചിൻ്റെ പ്രോഗ്രാം എല്ലാം ചേർത്ത് അവരെ ഇൻവൈറ്റ് ചെയ്യുന്നു, അവരുടെ ഫോൺ നമ്പർ വാങ്ങിക്കുന്നു, അവരെ വിളിക്കുന്നു, അത് സഭയുടെ കമ്മിറ്റി അറിയിക്കുന്നു, അവർ കോണ്ടാക്ട് ചെയ്യുന്നു. അങ്ങനെ വരുന്നത് കൊണ്ട് ഒരു യൂത്ത് കണക്ടിവിറ്റി ഉള്ളത് കൊണ്ട് സഭയ്ക്ക് വളരെ പ്രയോജനമുണ്ട്. ഇത് തന്നെ നമ്മൾ കീപ്പ് ചെയ്യണം. ആ ദൈവഭയം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. മറ്റുള്ളവരുടെ അവസ്ഥയെ
ഏതവസ്ഥയിലായാലും അവരെ തുണയ്ക്കുവാൻ ഉള്ള ഒരു മനസ്സുകൂടെ നമുക്കുണ്ടായാൽ നിശ്ചയമായി നമ്മുടെ ജീവിതം വിജയകരമായി തുടരുവാനിടയായിത്തീരും.